ലൈക്ക് ടൈം ആകുമ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. യു ഡോണ്ട് ഹാവ് മച്ച് ടൈം. സോ സൈക്ലോ കൺവേർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് എ സി സോഴ്സ് ഉണ്ട്. എ സി സോഴ്സ് ലെറ്റ് ബി ഫിക്സ്ഡ് ഫ്രീക്വൻസി ആയിട്ടുള്ള ഒരു എ സി സോഴ്സ് എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടേണ്ടത് അഗെയിൻ എ സി ആണ്. എ സി ഔട്ട്പുട്ട് ഓഫ് വേരിയബിൾ ഫ്രീക്വൻസി. ഇത് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന വഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ഹാവ് എൻ എ സി സോഴ്സ്, എ സി സോഴ്സിനെ നമ്മളൊരു റെക്ടിഫയറിലോട്ട് കണക്ട് ചെയ്യാം. കൺട്രോൾഡ് റെക്ടിഫയർ. ഓക്കെ, പിന്നെ നമുക്ക് അതിനുശേഷം വേണമെങ്കിൽ ഡി സി കൺവെർട്ടർ യൂസ് ചെയ്യാം, ആ വോൾട്ടേജിന്റെ ലെവൽ കൂട്ടാനോ കുറയ്ക്കാനോ. സോ യു ഹാവ് an AC which is converted to DC, again വേരിയബിൾ DC. ഇവിടെ തന്നെ വേരിയബിൾ ആയി, DC വേരിയബിൾ ആയി. ഇനി അത് DC ബൂസ്റ്റ് ചെയ്യാനോ അങ്ങനത്തെ ആവശ്യത്തിന് വേണ്ടി DC കൺവെർട്ടർ യൂസ് ചെയ്യാം. അതിനുശേഷം an inverter circuit. Okay, but at this output you have AC output with desired frequency. അങ്ങനെ വേരിയബിൾ ഫ്രീക്വൻസിയിലെ ഒരു ഔട്ട്പുട്ട് കിട്ടാം. അപ്പൊ ഇവിടെ എത്ര സ്റ്റേജ് ഉണ്ട്? 1, 2 and 3. 3 stages are involved. ഓക്കെ, അപ്പം ഈ ഒരു ഫുൾ പ്രോസസ് ഒരു സിംഗിൾ സ്റ്റേജിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് സൈക്ലോ കൺവേർട്ടേഴ്സ്. സോ അതാണ് സൈക്ലോ കൺവേർട്ടറിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ, ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഒറ്റ സ്റ്റേജിൽ ഇഫ് യു ക്യാൻ കൺവേർട്ട് ഫ്രം ഫിക്സ്ഡ് ഫ്രീക്വൻസി എ സി ടു വേരിയബിൾ ഫ്രീക്വൻസി എ സി ഓർ അതർ വേ. ഇപ്പൊ നമ്മുടെ അടുത്ത് വേരിയബിൾ ഫ്രീക്വൻസി ആണുള്ളെങ്കിൽ നമ്മളത് ഫിക്സ്ഡ് ഫ്രീക്വൻസിയിലോട്ട് മാറ്റുകയാണ്. സോ എങ്ങനെയാണ് വേരിയബിൾ ഫ്രീക്വൻസി ഔട്ട്പുട്ട് ഉണ്ടാക്കുക? ഇൻ സം കേസസ് ചില സിങ്ക്രണസ് ജനറേറ്റർ, ഓക്കെ, സിങ്ക്രണസ് ജനറേറ്ററിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ PN/120 ആണ്. ഇഫ് സപ്പോസ് ഒരു കോൺസ്റ്റന്റ് സ്പീഡിലല്ല നമ്മുടെ സിങ്ക്രണസ് ജനറേറ്റർ റൺ ചെയ്യുന്നെങ്കിൽ, ഒരു പല സെറ്റ് ഓഫ് ഫ്രീക്വൻസി, പല സെറ്റ് ഓഫ് സ്പീഡിലാണ് നമ്മൾ സിങ്ക്രണസ് ജനറേറ്റർ റൺ ചെയ്യുന്നെങ്കിൽ നാച്ചുറലി ദ ഫ്രീക്വൻസി വിൽ ബി ഡിഫറെന്റ്. സോ ആ കേസിൽ നമുക്ക് ലോഡിന്റെ കേസിൽ വേണ്ടത് ഫിക്സ്ഡ് ഫ്രീക്വൻസി ആണെങ്കിൽ, ഇഫ് ദ ലോഡ് ഈസ് ഫിക്സ്ഡ് ഫ്രീക്വൻസി, നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഈ ഒരു സൈക്ലോ കൺവേർട്ടേഴ്സ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻ കേസ് ഓഫ് എയറോപ്ലെയിൻസ്, അതേപോലെ ഷിപ്പ് ബോർഡ്സ്, അതായത് അവിടെ യൂസ് ചെയ്യുന്ന ഈ പവർ സപ്ലൈ എല്ലാം നമ്മുടെ സോഴ്സ് ഫിക്സ്ഡ് ഫ്രീക്വൻസി ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത് യൂസിങ് എ സം സിങ്ക്രണസ് ജനറേറ്റർ. നമ്മളെ ലോഡിന്റെ അടുത്ത് നമുക്ക് വേണ്ടത് വേരിയബിൾ ഫ്രീക്വൻസി ആയിരിക്കും പല മോട്ടറിന്റെ ആവശ്യങ്ങൾക്കും. സോ വേരിയബിൾ ഫ്രീക്വൻസി, സോ വേരിയബിൾ സ്പീഡ് എക്വിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ആ കേസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കൺവേർട്ടർ ആണ് സൈക്ലോ കൺവേർട്ടർ. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഇൻട്രൊഡക്ഷൻ ടു സൈക്ലോ കൺവേർട്ടർ. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ക്ലാസിഫിക്കേഷൻ. ഈ സൈക്ലോ കൺവേർട്ടറിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ബേസിക്കലി നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ബേസ്ഡ് അപ്പോൺ ടോപ്പോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ചെയ്യുവാണെങ്കിൽ നമുക്കതിൽ നിന്ന് കാണാൻ പറ്റും, നമുക്കതിൽ സിംഗിൾ ഫേസ് ടു സിംഗിൾ ഫേസ് സൈക്ലോ കൺവേർട്ടർ ഉണ്ട്, അതേപോലെ 3 ഫേസ് ടു സിംഗിൾ ഫേസ് സൈക്ലോ കൺവേർട്ടർ, അതേപോലെ 3 ഫേസ് ടു 3 ഫേസ് സൈക്ലോ കൺവേർട്ടേഴ്സ്. സോ അത് നമ്മൾ സർക്യൂട്ടിന്റെ ടോപ്പോളജി ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടുന്നു എന്നതിനനുസരിച്ചൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സൈക്ലോ കൺവേർട്ടേഴ്സ് സിംഗിൾ ഫേസ് സോഴ്സിൽ നിന്ന് സിംഗിൾ ഫേസ് ഔട്ട്പുട്ട്, ബോത്ത് ആർ സിംഗിൾ ഫേസ്. സോ ഒരു ഫ്രീക്വൻസിയിലായിരിക്കും ഇൻപുട്ട്, ദ ഔട്ട്പുട്ട് വിൽ ബി അറ്റ് ഡിഫറെന്റ് ഫ്രീക്വൻസി.
In case if there is three-phase supply, now you are getting a single phase output. അപ്പൊ അതിനും അങ്ങനെ യൂസ് ചെയ്യുന്ന സൈക്ലോ കൺവേർട്ടേഴ്സ് ഉണ്ട്. അതർ കേസ് ത്രീ ഫേസ് ടു ത്രീ ഫേസ്. അപ്പൊ ത്രീ ഫേസ് ലോഡ്ക്ക് ത്രീ ഫേസ് സോഴ്സിൽ നിന്ന് ഫിക്സ്ഡ് ഫ്രീക്വൻസി ത്രീ ഫേസ് സോഴ്സിൽ നിന്ന് വേരിയബിൾ ഫ്രീക്വൻസി നമ്മൾ ജനറേറ്റ് ചെയ്ത് ലോഡിലോട്ട് കൊടുക്കുക. വേരിയബിൾ ഫ്രീക്വൻസി ത്രീ ഫേസ് ലോഡിലോട്ട് കണക്ട് ചെയ്യുക. സോ ആ കേസിൽ നമ്മൾ ത്രീ ഫേസ് ടു ത്രീ ഫേസ് സൈക്ലോ കൺവേർട്ടേഴ്സ് ആണ് യൂസ് ചെയ്യുക. പിന്നുള്ള കാറ്റഗറി എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഇസ് ബേസ്ഡ് അപ്പോൺ ഫ്രീക്വൻസി. ഇപ്പൊ നമ്മുടെ ഔട്ട്പുട്ടിലെ ഫ്രീക്വൻസി ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ ഫ്രീക്വൻസി, സപ്പോസ് സോഴ്സ് ഫ്രീക്വൻസി 50 ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി 300 ആണെങ്കിൽ ഇറ്റ് ഈസ് 6 times. 50 hertz is the source frequency and output frequency is 300 hertz. We call it as such converters as step-up cyclo converter. Okay, അപ്പൊ അങ്ങനത്തെ സൈക്ലോ കൺവേർട്ടേഴ്സിനെ സ്റ്റെപ്പ്-അപ്പ് സൈക്ലോ കൺവേർട്ടേഴ്സ് എന്നാണ് അറിയപ്പെടുക. ഇനി ദ ഓപ്പോസിറ്റ് കേസ്. സോ ഇൻ ഓപ്പോസിറ്റ് കേസ് എന്താണ്? ഇഫ് ദ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഇസ് ലെസ് ദാൻ the source frequency. Okay, so if the output frequency is less than source frequency, so ഇത് 50 ആണെങ്കിൽ less than 50, output frequency will be less than 50. So ഇതിന്റെ ഒരു പോസിബിലിറ്റി പറഞ്ഞാൽ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും നമുക്ക് ഫ്രീക്വൻസി കുറയ്ക്കാൻ പറ്റുക. ഇഫ് സപ്പോസ് ഇറ്റ് ഇസ് 50, you can go like 50/2 25 frequency, 50/3 അങ്ങനെ അതിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ. And when you step up again 50 into 2 that is 100, പിന്നുള്ളത് 50 into 3 that is 150, 50 into 4 അങ്ങനെ in the multiple of 50 or n into fs in case of step up converter cyclo converter, and in case of step down cyclo converter this is step down cyclo converter. Okay, so in case of step down cyclo converter നമുക്ക് എന്താ കാണാൻ പറ്റുക? The output frequency is less than source frequency and it will be like fs by n, where n is varying from 2 to some big value. Okay, അത് നമ്മുടെ സ്വിച്ചിങ് ഫ്രീക്വൻസി ഒക്കെ ആണ് അതിനെ ലിമിറ്റ് ചെയ്യുക. എത്രത്തോളം ആ സ്വിച്ചസിന്റെ ടേൺ ഓഫ് ടൈം ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എത്ര മാക്സിമം സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ സൈക്കിൾ കൺവേർട്ടേഴ്സിന് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. ബാക്കിയിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? എനി ക്ലാരിഫിക്കേഷൻസ്? ഓക്കെ, നമ്മൾ ഇനി അതിലെ ഒരു കാറ്റഗറി സ്റ്റെപ്പ് അപ്പ് സൈക്കിൾ കൺവേർട്ടർ ആണ് നോക്കാൻ പോകുന്നത്. സ്റ്റെപ്പ് അപ്പ് സൈക്ലോ കൺവേർട്ടർ, and that is in single phase. ഇതില് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് for both step up and step down you have the same circuit. Okay, അപ്പം രണ്ട് സർക്യൂട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഒറ്റ സർക്യൂട്ട് തന്നെ നമ്മൾ ഈ ഫയറിംഗ് ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും അവൈലബിൾ ആണ്. ഇനി ഈ സ്റ്റെപ്പ് അപ്പ് സൈക്കിൾ കൺവേർട്ടറിൽ, so this is step up. We are going to explain step up cyclo converter. ഈ ഒരു കോൺഫിഗറേഷൻ, ഈ ഒരു വേ ഓഫ് കണക്ഷൻ നിങ്ങൾക്ക് ഇതിൽ സെൻട്രൽ ടാപ്പ് പോലെ കാണാൻ പറ്റും. സോ യു കോൾ ഇറ്റ് ആസ് മിഡ് പോയിന്റ് സൈക്ലോ കൺവേർട്ടർ. ഈ ഒരു കോൺഫിഗറേഷൻ ഓഫ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് ആണ്. ഓക്കെ, യു കോൾ ഇറ്റ് ആസ് മിഡ് പോയിന്റ് സൈക്ലോ കൺവേർട്ടർ. പിന്നെ ഒരു കോൺഫിഗറേഷനും കൂടെ ഉണ്ട്, വരച്ചെടുക്കേണ്ടവർക്ക് വരച്ചെടുക്കാം. ഇതൊരു മിഡ് പോയിന്റ് സൈക്ലോ കൺവേർട്ടർ. So other type of configuration is bridge. So this is bridge type cyclo converter.
ഓക്കെ, നമ്മൾ സെൻട്രൽ ടാപ്ഡ് നിങ്ങളെല്ലാവരും റെക്ടിഫയർ സർക്യൂട്ടിന്റെ അതേ ഒരു പാരലിസം ഇതിലും കാണുന്നുണ്ടാവും. ബേസിക്കലി ഇതും ഇത്രയും സെൻട്രൽ ടാപ്ഡ് റെക്ടിഫയർ, സെൻട്രൽ ടൈപ്പ് ബ്രിഡ്ജ് റെക്ടിഫയർ തന്നെയാണ് ഇത്രയും വരുന്നത്. സോ ബിക്കോസ് ദിസ് ഇസ് എൻ എ സി സർക്യൂട്ട്, അതിന് ആന്റി പാരലായിട്ട് ഡയോഡ്സും കണക്ട് ചെയ്തേ ഉള്ളൂ. അല്ല, ഡയോഡ്സ് അല്ല, സ്വിച്ചസിനെ കണക്ട് ചെയ്തു. സോ ഇറ്റ് വിൽ ബി അലൗവിങ് ടു കണ്ടക്ട് ഇൻ ബോത്ത് ദ ഡയറക്ഷൻ. കറണ്ട് രണ്ട് ഡയറക്ഷനിലും കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും. സോ ബ്രിഡ്ജ് റെക്ടിഫയറിൽ അല്ല, സെൻട്രൽ ടാപ്പ് റെക്ടിഫയറിൽ സ്വിച്ചസിന് പാരലായിട്ട് ആന്റി പാരലൽ സ്വിച്ചസ് കണക്ട് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് നമുക്ക് അൾട്ടിമേറ്റ്ലി ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. സെയിം അപ്ലൈസ് ഹിയർ. നമ്മൾ ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിന് നമ്മൾ ഒറ്റ സെറ്റ് ഓഫ് ഇത് വെച്ചിട്ടേ പറയാറുള്ളത്. ബിക്കോസ് ദിസ് ഇസ് എൻ എ സി സർക്യൂട്ട്, യു നീഡ് അനദർ സെറ്റ്. ഓക്കെ, സോ ആസ് ടു കണ്ടക്ട് കറണ്ട് ത്രൂ ദ ലോഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു കണക്ഷൻ കൊടുക്കുന്നത്. പിന്നെ ഇതിനൊരു നമ്മളെ ഡ്യുവൽ കൺവേർട്ടർ ആയിട്ടൊരു സിമിലാരിറ്റി കാണും. ഡ്യുവൽ കൺവേർട്ടർ ആയിട്ട് യു ക്യാൻ ഫീൽ എ സിമിലാരിറ്റി വിത്ത് ദിസ്. ഓക്കെ, ഈ സർക്യൂട്ട്. സോ നിങ്ങൾ വരച്ചെടുത്തു എന്ന് വിശ്വസിക്കുന്നു. ആർക്കും ടൈം വേണോ വരച്ചെടുക്കാൻ? ഒരു മിനിറ്റ് കൂടെ സമയം തരാം. ഡ്യുവൽ കൺവേർട്ടർ നമ്മൾ പഠിച്ച അതേ സർക്യൂട്ട് ഡയഗ്രാം ഏകദേശം ഇവിടെ. At both the sides we are feeding AC source. So by that time, let's take attendance. Roll number 1. Present, sir. 2. Present, sir. 3. Present, sir. 4. 5. Present, sir. 6. 7. Present, sir. 8. Present, sir. 9. Present, sir. 10. Present, sir. 11. 12. Present, sir. 13. 14. 15. Present, sir. 16. Present, sir. 17. Present, sir. 18. Present, sir. 19. 20. Present, sir. 21. Present, sir. 22. 23. Present, sir. 24. Present, sir. 25. Present, sir. 26. Present, sir. 27. Present, sir. 28. 29. Present, sir. 30. Present, sir. 31. Present, sir. 32. Present, sir. 33. Present, sir. 34. Present, sir. 35. Present, sir. 36. Present, sir. 37. Present, sir. 38. 39. Present, sir. 40. ഓക്കെ, ബാക്കി പിന്നെ എടുക്കാം. സോ ഇപ്പൊ അറ്റൻഡൻസ് എടുത്ത് സാർ പറയാം. സാർ 11% ആണ് സാർ. എന്റെ നെറ്റ് അറ്റാക്ക്. അനന്തകൃഷ്ണൻ, ഓക്കെ, ശരി. സോ ഇപ്പം അറ്റൻഡൻസ് പറഞ്ഞൊരു മുങ്ങാൻ നിൽക്കണ്ട, ഞാൻ പിന്നെ വിളിക്കും. ഓക്കെ, എനിവേ ലെറ്റ്സ് എക്സ്പ്ലെയിൻ ഹൗ ദിസ് വർക്ക്. ഇനി മിഡ് പോയിന്റ് സൈക്കിൾ കൺവേർട്ടറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, യു ഹാവ് എ സോഴ്സ്, യു ഹാവ് എ സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമർ. സോ വെൻ ഇറ്റ് ഈസ് എ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, അപ്പം ഞാനിവിടെ ഒരു വേവ് വരച്ചിട്ടുണ്ട്, വലിയൊരു വേവ് വരച്ചിട്ടുണ്ട്. ദാറ്റ് റെപ്രസെന്റ്സ് ദ സോഴ്സ് വോൾട്ടേജ്. ഓക്കെ, സോഴ്സ് വോൾട്ടേജ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ അതിന്റെ നെഗറ്റീവ് ആണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. സോ ദ upper portion is VAB. ഓക്കെ, VAB എന്നുള്ളത് ഈ പോസിറ്റീവ് സൈക്കിൾ ആണെങ്കിൽ താഴത്ത് വരുന്നത് അതിന്റെ VBA ആണ്.
VBA. Okay. So VAB is minus VBA. ഇപ്പൊ നമ്മൾ എന്തിനാ പറയുന്നത് വെച്ചാൽ ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. സോ ഞാനിവിടെ സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമറിന്റെ അപ്പർ ഹാഫില് പോസിറ്റീവും ലോ ഇവിടെ നെഗറ്റീവും വരികയാണ്. സെൻട്രൽ ടാപ്പിന്റെ പോയിന്റിൽ സേ ദിസ് ഇസ് O. So at point O, OA, VAO എന്നുള്ള പോയിന്റ് പ്ലസ് മൈനസ് ആസ് ഷോൺ, ആൻഡ് സെയിം ഇൻ ദ കേസ് ഓഫ് VBO പ്ലസ് മൈനസ്. സെൻട്രൽ O എന്നുള്ള പോയിന്റ് പ്ലസും താഴെ മൈനസും. സോ വെൻ ദിസ് ലോഡ് ഈസ് നോട്ട് കണ്ടക്ടിങ്, വെൻ ദിസ് ഇസ് ഓപ്പൺ, ഞാൻ ഫയർ ചെയ്യുന്നില്ല, ഓപ്പൺ ആണെങ്കിൽ ഫയർ ചെയ്യുന്നില്ലെങ്കിൽ ഇതിലൂടെ കറണ്ട് ഒഴുകില്ല. ഓക്കെ, സോ വിച്ച് മീൻസ് ദർ ഇസ് നോട്ട് ഡ്രോപ്പ് അക്രോസ് ദിസ് ലോഡ്. പിന്നെ അങ്ങനെ അതില്ലെങ്കിൽ പിന്നെ ഈ നെഗറ്റീവ് എവിടെ വന്ന് നിൽക്കും? ഇവിടെ വന്ന് നിൽക്കും. ആൻഡ് പോസിറ്റീവ് വിൽ ബി ഓവർ ഹിയർ, വിച്ച് മീൻസ് ദിസ് P1 ഇസ് ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ദിസ് ഇസ് റിവേഴ്സ് ബയാസ്ഡ്. അതേപോലെ when the current is not flowing, VO will be 0 and the positive will be at this point and negative will be at this point, which means N2 is forward biased and P2 is reverse biased. Okay, so here P1 is forward biased and N1 is reverse biased. Okay, ഇത് എപ്പോഴാണ്? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ സോഴ്സിൽ ഉണ്ടാകുമ്പോൾ. So these are the forward biased switches and low ones are ഞാൻ കാണിച്ച പോലെയാണ്. ഇത് രണ്ടും ഫോർവേഡ് ബയാസ്ഡ് ആണ്, ഇത് രണ്ടും റിവേഴ്സ് ബയാസ്ഡ് ആണ്. സോ ഇഫ് ഐ ടേൺ ഓൺ P1 ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, ഗേറ്റിംഗ് പൾസ് കൊടുത്തിട്ട് P1 ആണ് ടേൺ ഓൺ ചെയ്യുന്നെങ്കിൽ എന്ത് സംഭവിക്കുക? ഈ പോസിറ്റീവ് പൊളാരിറ്റി ഈ ലോഡിന്റെ ഇവിടെ വരും ആൻഡ് ഓന്റെ അവിടെയുള്ള നെഗറ്റീവ് പൊളാരിറ്റി ഈ ലോഡിന്റെ അവിടെ വരും. സോ വിച്ച് മീൻസ് യു വിൽ ഗെറ്റ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഐ ആം ട്രിഗറിങ് P1. സോ VAB എന്നുള്ള എൻവലപ്പിൽ നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങും. സോ ദിസ് മച്ച് പോർഷൻ വി ഗെറ്റ് ബിക്കോസ് ഓഫ് കണ്ടക്ടിങ് P1 കണ്ടക്ട് ചെയ്യുന്നത് കാരണം നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടും. ഓക്കെ, ഇനി ഈ ഒരു സ്റ്റെപ്പ് അപ്പ് സൈക്കിൾ കൺവേർട്ടർ, ഐ എം എക്സ്പ്ലെയിനിങ് സ്റ്റെപ്പ് അപ്പ് സൈക്കിൾ കൺവേർട്ടർ, വർക്കിംഗ് ഓഫ് സ്റ്റെപ്പ് അപ്പ് സൈക്കിൾ കൺവേർട്ടർ. അപ്പം ഔട്ട്പുട്ട് ഫ്രീക്വൻസി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഇൻപുട്ട് ഫ്രീക്വൻസി. സോ ആ ഒരു കേസിൽ നമുക്ക് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ ഇസ് എ മസ്റ്റ്. ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ. ഇപ്പൊ ഞാൻ P1 ωt1 എന്നുള്ള ടൈം വരെ കണ്ടക്ട് ചെയ്തു, ഗേറ്റ് പൾസ് കൊടുത്തിട്ട് കണ്ടക്ട് ചെയ്തു. അഗെയിൻ FB N2 എന്നുള്ളത് ഫോർവേഡ് ബൈസ്ഡ് ആണ്, ഞാൻ അതിന് ഗേറ്റ് പൾസ് കൊടുത്തിട്ടില്ല. അറ്റ് t equal to T1 or ωt is equal to ωt1, at this point, ഈ ഒരു പോയിന്റിൽ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഐ ആം ഫയറിംഗ് N2 because it is positive half cycle. Positive half cycle ആകുമ്പം FB is forward biased. ഓക്കെ, അപ്പം എനിക്ക് P1 വേണമെങ്കിൽ ഫയർ ചെയ്യാം, N2 വേണമെങ്കിൽ ഫയർ ചെയ്യാം. സോ ഇഫ് ഐ ആം ഫയറിംഗ് N2, വാട്ട് വിൽ ഹാപ്പൺ? N2 ഫയർ ചെയ്യുമ്പം ഇവിടെയുള്ള നെഗറ്റീവ് ലോഡിന്റെ ഇവിടെ വരും. ത്രൂ N2 we will get negative over here and the positive of this O ലെ പോസിറ്റീവ് will be at this point. ലോഡിലെ പോസിറ്റീവ് നെഗറ്റീവിന്റെ അടുത്തു. So you will get a negative voltage. Okay, so അത് കാണിക്കാനാണ് നമ്മൾ ഇവിടെ VBA എന്നുള്ള എൻവലപ്പ് വരച്ചിരിക്കുന്നത്. So the output will be following VBA. I hope it's clear. So N2 എന്നുള്ളത് കണ്ടക്ട് ചെയ്യുമ്പം നമ്മുടെ വോൾട്ടേജ് മൈനസ് ഓഫ് VAB ആണ് കിട്ടുക, വിച്ച് മീൻസ് VBA. അത് വരയ്ക്കാനാണ് താഴത്തോട്ട് വരച്ചത്. ഓക്കെ, സോ വെൻ യു കണ്ടക്ട് N2 you will get negative half cycle, and when you conduct P1 you will get positive half cycle. So at ωt equal to T2, again I am force commutating the SCR N2 നെ ഓഫ് ആക്കി, എന്നിട്ട് P1 നെ വീണ്ടും ഓൺ ചെയ്തു. അപ്പോൾ I get the positive half cycle again. Okay, again I am turning off P1 and turning on N2. I got a negative half cycle. Again this goes on P1 and
N2. അവിടെ എത്തിയപ്പം നമ്മുടെ സോഴ്സിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അവിടെ തീർന്നു, വിച്ച് ഈസ് ദിസ്. സോഴ്സിൽ നിന്ന് വരുന്ന VAOയിൽ പോസിറ്റീവ് കിട്ടിയിരുന്ന VBOയിൽ നെഗറ്റീവ് സൈക്കിൾ കിട്ടിയിരുന്ന ബിക്കോസ് ഓഫ് ദിസ് കോൺഫിഗറേഷൻ. ആ ഒരു ഇത് നമുക്ക് അവിടെ കഴിഞ്ഞു. ഇനി യു ആർ ഗെറ്റിംഗ് എ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഫോർ ദിസ് മച്ച് പോർഷൻ. പൈ മുതൽ 2π വരെ യു വിൽ ഗെറ്റ് എ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. സോ എന്താണ് സംഭവിക്കുക? ഇവിടെ VAOയിൽ നെഗറ്റീവ് വരും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരും. ഹിയർ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പൊ നമ്മൾ ഇത്രയും നേരം കണ്ടക്ട് ചെയ്തിരുന്ന ഫോർവേഡ് ബയാസ്ഡ് ആയിരുന്ന ആ ഒരു സ്വിച്ച് ഇറ്റ് വിൽ ടേൺ ടു ബി റിവേഴ്സ് ബയാസ്ഡ്. ആൻഡ് നേരത്തെ റിവേഴ്സ് ബയാസ്ഡ് ആയത് ഇപ്പൊ ഫോർവേഡ് ബയാസ്ഡ് ആവും. ഇതും ദിസ് വിൽ ബി ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ദിസ് വിൽ ബി റിവേഴ്സ് ബയാസ്ഡ്. ഓക്കെ, സോ അതെങ്ങനെയാവുന്നെന്ന് ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. So negative half cycle വരുമ്പോൾ here you have negative and here you have positive. Okay, so ലോഡ് കണ്ടക്ട് ചെയ്യുന്നില്ലെങ്കിൽ ലോഡിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് 0 ആയിരിക്കും. There is no voltage drop across load. Okay, when no SCRs are conducting. Okay, ഈ I0 0 ആയിരിക്കും. So this positive will be coming over here and negative will be over here. So which means N1 നാണ് അത് ഫോർവേഡ് ബയസ് ചെയ്യുന്നത്. സിമിലർലി ഇൻ ലോവർ കേസ് നമുക്ക് ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ആണുള്ളത്. സോ ആ പോസിറ്റീവ് അനുകൂലമാവുന്നത് ഈ P2 ആ നെഗറ്റീവ് ഇവിടെയും പോസിറ്റീവ് ഇവിടെ വരുമ്പോൾ സോ ദാറ്റ് വിൽ ബി ഫോർവേഡ് ബയാസിങ്. ഫോർവേഡ് ബയാസ്ഡ് ആക്കിയിട്ടേ ഉള്ളൂ, യെറ്റ് നോട്ട് ട്രിഗേർഡ് ആയിട്ടില്ല. അങ്ങനെ P2ഉം N1ഉം ഫോർവേഡ് ബയാസ്ഡ് ആവും. സോ ആ രണ്ട് സ്വിച്ചസ് ആണ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് ഓണും ഓഫ് ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും എടുക്കാൻ വേണ്ടി സഹായിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സോ നമ്മൾ ഇനി P2 ഓൺ ചെയ്യുവാണെങ്കിൽ ദ പോസിറ്റീവ് ഓവർ ഹിയർ വിൽ ബി കമ്മിങ് ടു ദിസ് പോസിറ്റീവ് ത്രൂ P2. ഓക്കെ, സോ നമ്മൾ ഔട്ട്പുട്ടിലെ വോൾട്ടേജ് പോസിറ്റീവ് ആയിരിക്കും, ദാറ്റ് ഈസ് P2. Again I am force commutating P2 and turning on N1. You will get N1. Again this goes on. I force commutate P2 and turn on N1 commutate ചെയ്തു, P2 ഓൺ ആക്കി, P2 കമ്മ്യൂട്ടേറ്റ് ചെയ്തു, N1 ഓൺ ആക്കി. ഓക്കെ, സോ ഞാനിവിടെ മാർക്ക് ചെയ്തതായിരിക്കും കണ്ടക്ഷൻ. നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന വേവ് ഫോം എന്ന് പറഞ്ഞാല് this will be for the positive half cycle, and for negative half cycle you will get as such. Okay, so the ഏകദേശം ഒരു വേവ് ഫോം ആണ്. So here you have P1 conducting in positive side and N2 conducting in the negative side. Here P2 conducting for the positive side and N1 conducting for negative. So ഇതിന്റെ എത്ര പോസിറ്റീവ് എത്ര സൈക്കിൾസ് ഉണ്ടെന്ന് നോക്കാം. So you have 1 2 ഒരു പോസിറ്റീവ് നെഗറ്റീവ് അടുത്തൊരു സൈക്കിളായി, and 3 4 5 6. ഓക്കെ, സോ ഇതൊരു സൈക്കിളാണ്, ഇതൊരു സൈക്കിളാണ്. സോ യു ഹാവ് 6 സൈക്കിൾ വെൻ യു കംപ്ലീറ്റ് വൺ സോഴ്സിന്റെ ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ, ഒരു സോഴ്സ് സപ്ലൈയിലെ ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തപ്പം യു ഹാവ് ഓൾമോസ്റ്റ് 6 cycles. So that is why we call it as step up cycloconverter. ഇങ്ങനെയാണ് സ്റ്റെപ്പ് അപ്പ് സൈക്കിൾ കൺവേർട്ടറിന്റെ വർക്കിംഗ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ കാണുന്നത് FO is equal to 6 into FS എന്നുള്ളൊരു ഒരു ഇതിലാണ്, ഫ്രീക്വൻസി റേഞ്ചിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്.
You can draw it for any value in between, less than that. I hope the operation is clear. So ഞാൻ ഇതിന്റെ ഡബിൾ ഫ്രീക്വൻസിയിൽ എങ്ങനെ വരക്കാം എന്ന് കാണിക്കാം. Okay. So for positive half cycle, P1 and N2 are the switches that are forward biased. So ഞാൻ first P1 on ആക്കി for half the cycle and I am turning on N2. So ഒരു positive half cycle കഴിഞ്ഞപ്പം I got P1 and N2. Again, in negative half cycle, I am turning on P2 and commutating that and turning on N1. So ഒരു full cycle of source കഴിഞ്ഞപ്പം what you obtained? You have obtained 2 cycles. So that is FO is equal to 2 into Fs. So അതാണ് twice the frequency എന്ന് പറഞ്ഞത്. ഇനി 3 times the frequency ആകുമ്പോൾ എങ്ങനെ കിട്ടും? അതും കൂടെ നോക്കാം. Okay. Now you have P1, N2 and P1, again N1. So P1, I will draw it. So നമ്മുടെ source, okay, suppose this is the source. So ഇവിടെ P1 conduct ചെയ്യാണ്. There goes okay P1 N2 P1 N2 again P1. Okay, the width should be almost symmetric. Okay, അതേപോലെ ഇനി നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലാകുമ്പോൾ സോഴ്സ് നെഗറ്റീവിലാകുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫോർവേഡ് ബയസ്ഡ് എന്ന് പറഞ്ഞാൽ P2 and N1. So I am turning on N1 first because you have a positive cycle and this is negative and you need a negative cycle. And turning on P2 and then comes N2. So ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? You have a 1 cycle, 2 and 3. So the output frequency is 3 into Fs. Okay. അപ്പോൾ 3 times odd times വന്നപ്പോൾ നമുക്ക് ഇവിടെ P1 നിർത്തേണ്ടി വന്നു. If the frequency, when the frequency was odd multiple of source frequency, നമ്മൾ P1 ടെർമിനേറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് N1 സ്റ്റാർട്ട് ചെയ്തത്. In other case എന്താണ് വ്യത്യാസം വന്നത്? നമ്മൾ P1 N2 P1 N2 P1 N2 it was evenly switched in positive half cycle itself. Positive half cycle ആയപ്പോൾ തന്നെ എല്ലാം ഈക്വൽ ആയിട്ട് സ്വിച്ച് ചെയ്തു. അപ്പോൾ ഓഡ് ഫ്രീക്വൻസി വന്നപ്പം you have to go for 3 half cycles അല്ലെങ്കിൽ P1 N2 P1 എന്നുള്ളത് ഒരു ഹാഫ് സൈക്കിളിലും N1 P2 N2 എന്നുള്ളത് N1 അല്ല N1 P2 N1 എന്നുള്ളത് നെഗറ്റീവ് ഹാഫ് സൈക്കിളും സ്വിച്ച് ചെയ്യേണ്ടി വന്നു. സോ ദിസ് ഈസ്, അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് 6 തന്നെ ചോദിക്കണം എന്നില്ല. യു മേ എക്സ്പെക്ട് എ ഡിഫറെന്റ് ഫ്രീക്വൻസി. 4 ആവാം, 4 times സോഴ്സ് ഫ്രീക്വൻസി ചോദിക്കാം. സോ അത് നിങ്ങൾ ആ ഒരു ലോജിക്ക് വെച്ചിട്ട് കറക്റ്റ് ആയിട്ടങ്ങ് വരച്ചാൽ മതി. ഓക്കെ, സോ ഇതാണ് അതിന്റെ ഐഡിയ, ബേസിക് ഐഡിയ. സോ ഇതൊക്കെ എഴുതി വരച്ചെടുക്കേണ്ടവർക്ക് വരച്ചെടുക്കാം. എല്ലാവരും വരച്ചെടുക്കാം. സോ റോൾ നമ്പർ 41. Present, sir. 42. 43. Present, sir. 44. 45. Present, sir. 46. Present, sir. 47. Present, sir. രേഷ്മ ഇല്ലല്ലോ, രേഷ്മ ഉണ്ടോ? രേഷ്മ കെ. 48. Present, sir. 49. 50. Present, sir. 51. Present, sir. 52. Present, sir. 53. ചേഞ്ച് ഇല്ലല്ലോ. 51 ഉണ്ടോ?
ഉണ്ട് സാർ. ശരി ശരി. 52 ഉണ്ടോ ശിവപ്രിയ? ഉണ്ട് സാർ, ഉണ്ട്. 53, 54, Present, sir. 55, Present, sir. 56, Present, sir. 57, 58, 59, Present, sir. 60, Present, sir. 61, Present, sir. 62, Present, sir. 63, 64, Present, sir. 65, Present, sir. 66, 67, Present, sir. 68. Present, sir. സോ നമ്മൾ സ്റ്റെപ്പ് അപ്പ് കൺവേർട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി ശരത്ത് എവിടെ പോയി? ഹലോ സാർ, കേൾക്കാവോ? കേൾക്കാം കേൾക്കാം. സാർ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സാർ, അത് കേട്ടില്ല. കേട്ടില്ല. ശരി. ഓക്കെ. അപ്പോൾ നമ്മള് മിഡ് പോയിന്റ് സൈക്കിൾ കൺവേർട്ടറിൽ എങ്ങനെയാണ് സ്റ്റെപ്പ് അപ്പ് സൈക്കിൾ കൺവേർട്ടർ എങ്ങനെയാണ് എംപ്ലോയ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത്. സോ ഇതന്നെ ബ്രിഡ്ജ് ടൈപ്പ് സൈക്കിൾ കൺവേർട്ടറിൽ പറയുകയാണെങ്കിൽ ഇവിടെ P1 വന്ന സ്ഥലത്ത്, നേരത്തെ ഈ ഔട്ട്പുട്ട് സർക്യൂട്ടിൽ P1 വന്ന സ്ഥലത്ത് യു ഹാവ് ടു റീപ്ലേസ് ഇറ്റ് വിത്ത് P1 ആൻഡ് P2. ഓക്കെ. മേലെ N2 വന്ന സ്ഥാനത്ത് യു ഹാവ് ടു റീപ്ലേസ് ഇറ്റ് വിത്ത് N1 N2. P1 P2 N1 N2. ഈ സെയിം ഫയർ ചെയ്യുമ്പോൾ P1 P2 ഫയർ ചെയ്യുമ്പോൾ ഇവിടെ പോസിറ്റീവ് കിട്ടും. N1 N2 ഫയർ ചെയ്യുമ്പോൾ ഇവിടെ തിരിച്ചായിരിക്കും വരിക. അവിടെ പോസിറ്റീവ് സൈക്കിൾ വരുമ്പോൾ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് വരും. അപ്പം ഇൻ കേസ് ഇൻ ദ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ സെൻസിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് നെഗറ്റീവ്. ഓക്കെ. സോ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വേണ്ട സമയത്ത് യു വിൽ ട്രിഗർ N1 N2. അതായത് സോഴ്സിൻ്റെ പോസിറ്റീവ് ആകുമ്പോൾ ഫോർവേഡ് ബയസ്ഡ് ആവുന്ന P1 P2 ആൻഡ് N1 N2 ആണ്. എന്നിട്ട് നമുക്ക് പോസിറ്റീവ് ഔട്ട്പുട്ട് വേണ്ട സമയത്ത് P1 P2 ട്രിഗർ ചെയ്യുക. എന്നിട്ട് ഫോഴ്സ് കമ്മ്യൂട്ടേറ്റ് ചെയ്തിട്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് വേണ്ട സമയത്ത് N1 N2 ട്രിഗർ ചെയ്യുക. അങ്ങനെ സോഴ്സിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ ആ രണ്ട് പേഴ്സ് P1 P2 ആൻഡ് N2 N1 ആണ് അവൈലബിൾ ആയിരിക്കുക. ഇനി when the source is in negative half cycle, the other set will be forward biased. P3 P4 and N3 N4 will be forward biased. So when you turn on P3 P4 you will get positive voltage, and N3 N4 turn on ചെയ്യുമ്പോൾ you will get a negative voltage with respect to load ആണ് നമ്മൾ പറയുന്നത്. സോ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബ്രിഡ്ജ് ടൈപ്പ് ആസ് വെൽ ആസ് സൈക്ലോ കൺവേർട്ടർ. അല്ല, മിഡ് പോയിന്റും അതേപോലെ ബ്രിഡ്ജ് ടൈപ്പും തമ്മിൽ ഫയറിംഗിൽ അങ്ങനെ ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. സോ വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ അവോയ്ഡ് ട്രാൻസ്ഫോമർ സർക്യൂട്ട് ഫോർ പിന്നെ ബ്രിങ് അപ്പ് എ സെൻട്രൽ ടാപ്പ് ടൈപ്പ് ഓഫ് കണക്ഷൻ. പിന്നെ ഓരോ ഡയോഡിന് അക്രോസും വരുന്ന പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജും കുറയാൻ പറ്റും. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് can be reduced through transformer circuit avoid ചെയ്യാൻ പറ്റും. So transformer circuit avoid ചെയ്താൽ cost will be reduced and size will be reduced. Okay. So ഇത്രയാണ് സൈക്ലോ കൺവേർട്ടേഴ്സ് ഇൻ കേസ് ഓഫ് സ്റ്റെപ്പ് അപ്പ് സൈക്ലോ കൺവേർട്ടർ പറയാനുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഏത് ഫിഗർ വരയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണോ? അല്ലെങ്കിൽ ഏതെങ്കിലും പോർഷൻ റീ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ കമന്റ് ബോക്സ് ഓർ അൺമ്യൂട്ട് ആൻഡ് സേ. ഓക്കെ. സോ ലെറ്റ്സ് മൂവ് ഓൺ. ഇനി സ്റ്റെപ്പ് ഡൗൺ സൈക്കിൾ കൺവേർട്ടർ. സോ സ്റ്റെപ്പ് ഡൗൺ സൈക്കിൾ കൺവേർട്ടറിൽ ഞാൻ നേരത്തെ പറഞ്ഞു ദ സർക്യൂട്ട് ഈസ് എക്സാക്ട്ലി ദ സെയിം. അതിലൊരു വ്യത്യാസമില്ല. സർക്യൂട്ടിൽ ഒരു മാറ്റമില്ല. നമ്മൾ ഏത് ഔട്ട്പുട്ട് വേണം എന്ന് ബേസ് ചെയ്തിട്ട് നമ്മൾ ഫയർ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ. സോ വി ആർ ഗോയിങ് ടു എക്സ്പ്ലെയിൻ എ സ്റ്റെപ്പ് ഡൗൺ സൈക്ലോ കൺവേർട്ടർ. ഇൻ കേസ് ഓഫ് സ്റ്റെപ്പ് ഡൗൺ സൈക്ലോ കൺവേർട്ടർ നമുക്ക് ഔട്ട്പുട്ട് ഫ്രീക്വൻസി
output frequency will be less than the source frequency. Some integral multiple of source ആയിരിക്കും most probably. Okay, so അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും VAO VBO എന്ന് പറഞ്ഞിട്ട് അതിന്റെ വോൾട്ടേജ് മാർക്ക് ചെയ്ത് കാണാൻ പറ്റും. സോ ബിക്കോസ് ഇറ്റ്സ് എ സ്റ്റെപ്പ് ഡൗൺ സൈക്കിൾ കൺവേർട്ടർ, യു നീഡ് എ മോർ നമ്പർ ഓഫ് സോഴ്സ് സൈക്കിൾസ്. സോഴ്സിന്റെ സൈക്കിൾ ഒരുപാട് വരയ്ക്കേണ്ടി വരും. മറ്റേത് നമ്മൾ സോഴ്സ് ഒരു ഫുൾ സൈക്കിൾ വരച്ചിട്ട് അതിന് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ബിക്കോസ് ദ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഇസ് മച്ച് ഗ്രേറ്റർ. ഇവിടെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഇസ് ലെസ്സർ, കുറവാണ്. അപ്പൊ ഒരുപാട് സൈക്കിൾസ് കൂടുമ്പോഴേ, ഒരുപാട് സൈക്കിൾസ് ഒരു പ്രത്യേക രീതിയിൽ ഫയർ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഒരുപാട് സൈക്കിൾസ് ഔട്ട്പുട്ടിൽ ഒരു സൈക്കിൾ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഔട്ട്പുട്ടിൽ ഒറ്റ സൈക്കിൾ ഫോം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സൈക്കിൾസ് എവിടെ കൺട്രോൾ ചെയ്യണം? ഈ ഒരു ഇൻപുട്ടിലെ ഒരുപാട് സൈക്കിൾസ് കടത്തി വിടണം. ഓക്കെ, സോ അങ്ങനെയാണ് സ്റ്റെപ്പ് ഡൗൺ സൈക്കിൾ കൺവേർട്ടറിന്റെ നമ്മുടെ ഗ്രാഫ് വരിക. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഇനിയുള്ളത്. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ VAO എന്നുള്ള ഒരു സൈക്കിൾ വരുമ്പം ആരൊക്കെയാണ് ഫോർവേഡ് ബയസ്ഡ്? യു ഹാവ് P1 ആൻഡ് N2. N2 വിൽ ബി ഫോർവേഡ് ബയസ്ഡ്, ശരിയല്ലേ? നെഗറ്റീവ് വിൽ ബി ഓവർ ഹിയർ, പോസിറ്റീവ് വിൽ ബി ഓവർ ഹിയർ, പോസിറ്റീവ് ഓവർ ഹിയർ ആൻഡ് നെഗറ്റീവ് ഓവർ ഹിയർ. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ the forward biased pairs will be P1 and as well as N2. N2 is forward biased for what? Positive half cycle. Okay, for negative half cycle this will be forward biased. So ഈ സൂത്രമാണ് നമുക്ക് ഇവിടെ മനസ്സിൽ ഓർത്തു വെക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഏതാണോ ഔട്ട്പുട്ടിൽ വേണ്ടത് ആ സമയത്ത് ആ സ്വിച്ച് ഓൺ ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, now let's see. Now VAO എന്നുള്ള സമയത്ത് if I turn on, നമുക്ക് ലോഡിന് അക്രോസ് എന്ത് കിട്ടും? This positive half cycle will be obtained. So അതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. At alpha you are triggering, at alpha you are turning on P1. P1 ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ സൈക്കിൾ കിട്ടുന്നുണ്ട്. That is positive VAO. You obtained a positive VAO. Okay, now the cycle goes negative. Negative ആകുമ്പോൾ ആരാണ് ഫോർവേഡ് ബയസ്ഡ് ആവുക? P2 ആണ് ഫോർവേഡ് ബയസ്ഡ് ആവുക. ഓക്കെ, അത് ഓൺ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ പോസിറ്റീവ് സൈക്കിൾ ഓവർ ഹിയർ അക്രോസ് ദ ലോഡ്. അപ്പം P2 ഫോർവേഡ് ബയസ്ഡ് ആവാൻ നെഗറ്റീവ് ഹാഫ് സൈക്കിള്, സോഴ്സിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വേണം. ബട്ട് വെൻ യു ടേൺ ഓൺ ഇറ്റ് ആക്ട് എസ് എ റെക്ടിഫയർ. ഒരു റെക്ടിഫയർ പോലെയാണ് ഇവിടെ ആക്ട് ചെയ്യുക. സോ ഇഫ് യു ടേൺ ഓൺ, the positive of the source will come at this point and negative of that source will be at that point of the load. അപ്പം അതും again it will be positive. അപ്പോൾ P2 ഓൺ ചെയ്യുമ്പോൾ for negative half cycle of the load, source in negative half cycle വരുമ്പോൾ if you turn on P2 you will get a positive half cycle, exactly like a bridge rectifier. Okay, again you are turning on P1 for positive half cycle and P2 for negative half cycle. Okay, അപ്പൊ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ആൻ എൻവലപ്പ്. ഒരു ചെറിയൊരു മീൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ എല്ലാം ഒരു മീൻ വോൾട്ടേജ് എടുക്കുവാണെങ്കിൽ യു വിൽ ഗെറ്റ് എ വേവ് ഫോം ലൈക്ക് ദിസ്. ഇവിടെ ഒരു വേവ് ഫോം കാണാം. സോ ഇങ്ങനെ ഒരു പോസിറ്റീവ് സൈക്കിളാണ് നമുക്ക് അവിടെ കിട്ടുക. ഓക്കെ, ദാറ്റ് ഈസ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ഔട്ട്പുട്ട്. നമ്മള് ഒരു ഒരു 1, 2 സൈക്കിൾ കഴിഞ്ഞപ്പോഴത്തേക്ക് just we generated a half cycle at the output. ഈ 2 സൈക്കിളിലും നമ്മൾ പോസിറ്റീവ് രീതിയിലാണ് നമുക്ക് ഔട്ട്പുട്ട് നമ്മൾ ഫോം ചെയ്തത്, കൺട്രോൾ റെക്ടിഫയർ വെച്ചിട്ട്, ഒരു കൺട്രോൾ ഫയറിംഗ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, എക്സാക്ട്ലി സെയിം വേ യു ക്യാൻ ടേൺ ഓൺ ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ്. ഇനി നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആവശ്യമുണ്ട്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആവശ്യം ഉണ്ടാകുമ്പോൾ ഈ ഒരു വേവ് ഫോം ആണ് നമുക്ക് വേണ്ടത്. ഈ ഒരു വേവ് ഫോം ആണ് വേണ്ടത്. ഓക്കെ, സോ അത് ഫുൾ കിട്ടണമെങ്കിൽ ആൽഫ 0 ഇട്ടാൽ മതി. ഇനി ഈ ഒരു വേവ് ഫോം കിട്ടണമെങ്കിൽ ആരാണ് ഫോർവേഡ് ബയാസ്ഡ് നോക്കുക. അതാണ് ഇതിന്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. സോ N2ന്റെ കേസിൽ VAO എന്നുള്ളത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ അതാണ് ഫോർവേഡ് ബയാസ്ഡ് ആവുന്നത്. അപ്പം VAO എന്നുള്ള ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പം ഫോർവേഡ് ബയാസ്ഡ് ആവുന്ന N2 ഫയർ ചെയ്താൽ നമുക്ക് ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടും. ഓക്കെ, അഗെയിൻ
പിന്നെ നമ്മൾ ഫയർ ചെയ്യേണ്ടത് N1 ആണ്. N1 ചെയ്താൽ നമുക്ക് ഈ VAOന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, VAOയുടെ നെഗറ്റീവ് സൈഡ് നമുക്ക് ഔട്ട്പുട്ടിൽ നെഗറ്റീവായിട്ട് വരാൻ യു ഹാവ് ടു ട്രിഗർ ഓൺ N1. ഓക്കെ, അതെങ്ങനെയാ വേണമെങ്കിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് വേണമെങ്കിൽ N1 ഓൺ ചെയ്യാം. ഫോർവേഡ് ബയസ്ഡ് N2 പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ അത് ഫോർവേഡ് ബയസ്ഡ് ആവും. അത് ഓൺ ചെയ്താൽ നമ്മൾ ഔട്ട്പുട്ടിനെ ക്രോസ് നെഗറ്റീവ്. അപ്പൊ N റെപ്രസെന്റ്സ് നെഗറ്റീവ് ഗ്രൂപ്പ് ആൻഡ് P റെപ്രസെന്റ്സ് പോസിറ്റീവ് ഗ്രൂപ്പ്. ഇതിനെ പോസിറ്റീവ് ഗ്രൂപ്പ് എന്ന് നെഗറ്റീവ് ഗ്രൂപ്പ് എന്ന് വിളിക്കാറുണ്ട്. സോ P എന്ന് എപ്പോഴും ഫോർവേഡ് ബയസ് ചെയ്യുന്നു, അപ്പൊ നമ്മളെ കറണ്ട് പോസിറ്റീവ് ആവും. N എപ്പോൾ ഫോർവേഡ് ബയസ്ഡ് ആവുന്നു, അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരും. ഓക്കെ, again let's continue. നമുക്ക് again നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരണമെങ്കിൽ സോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് സോഴ്സ് വരുന്ന സമയത്ത് N2 will be forward biased. If I trigger it on, turn it on, അത് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ I will get a negative cycle. Again in the negative സോഴ്സിലെ നെഗറ്റീവ് സൈക്കിൾ വരുന്ന സമയത്ത് N1 will be forward biased. When I turn it on, you will get a negative value, and hence the output voltage you will be obtaining as like this. സോ ഇവിടെ കണ്ടത് നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നതാണ്, ഒരു ഔട്ട്പുട്ട് വേവ് ഫോം. ഓക്കെ, അപ്പം ഫസ്റ്റ് 4 സൈക്കിൾ, ഫസ്റ്റ് 2 ഫുൾ സൈക്കിൾ, 4 ഹാഫ് സൈക്കിൾ അല്ലെങ്കിൽ 2 ഫുൾ സൈക്കിൾ കഴിഞ്ഞപ്പം യു ഒബ്റ്റെയിൻ എ ഹാഫ് സൈക്കിൾ ഓഫ് ഔട്ട്പുട്ട് അറ്റ് ഔട്ട്പുട്ട് VO. പിന്നെ ബാക്കി 4 സൈക്കിളും കൂടെ കഴിഞ്ഞപ്പോൾ, ബാക്കി 2 സൈക്കിൾ കൂടെ തീർന്നപ്പം യു ഒബ്റ്റെയിൻഡ് അനദർ ഹാഫ് സൈക്കിൾ. സോ 4 സൈക്കിൾ കഴിഞ്ഞപ്പോഴാണ് ഒറ്റ ഔട്ട്പുട്ട് ഇത് വന്നത്, ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് വന്നത്. സോ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് Fs/4. ഓക്കെ, സോ ഇതിന് 3 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഔട്ട്പുട്ടിൽ ഈ പോസിറ്റീവില് 3 ട്രിഗർ ചെയ്താൽ മതി, 3 ഓൺ ചെയ്താൽ മതി. സോ ദിസ് ഇസ് മച്ച് ഈസിയർ ദാൻ സ്റ്റെപ്പ് അപ്പ് സൈക്കിൾ കൺവേർട്ടർ. സ്റ്റെപ്പ് അപ്പ് സൈക്കിൾ കൺവേർട്ടറിനെക്കാട്ടി ഈസിയാണ് സ്റ്റെപ്പ് ഡൗൺ സൈക്കിൾ കൺവേർട്ടർ. ഒരു ഹാഫ് സൈക്കിളിൽ എത്ര ഹാഫ് സൈക്കിൾ വേണം എന്നുള്ളത് നോക്കി നമ്മൾ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് സപ്പോസ് P1, P2, P1 ആർ ട്രിഗേർഡ്, യു വിൽ ഗെറ്റ് 3 over here. പിന്നെ നെഗറ്റീവിലും 3 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് Fs/3. 2 എണ്ണം മതിയെങ്കിൽ ഇഫ് യു ടേൺ ഓൺ 2 ഹാഫ് സൈക്കിൾസ് ഫോർ ഈച്ച് ഫുൾ സൈക്കിൾ, ഒരു ഫുൾ സൈക്കിൾ കഴിഞ്ഞപ്പം 2 എണ്ണം നിങ്ങൾ ഔട്ട്പുട്ടിൽ എടുത്തു, പിന്നെ ഒരു ഫുൾ സൈക്കിൾ കഴിഞ്ഞപ്പോൾ 2 എണ്ണം എടുത്തു. സോ ഇൻ ടോട്ടൽ യു വിൽ ഗെറ്റ് എ സിംഗിൾ വേവ് ഔട്ട്പുട്ട് വെൻ 2 സൈക്കിൾസ് ആർ ഓവർ. 2 സൈക്കിൾസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒറ്റ ഔട്ട്പുട്ട് വേവ് ഫോമേ കിട്ടുന്നുള്ളൂ. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് Fs/2. സോ ആ രീതിയിലാണ് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ സൈക്ലോ കൺവേർട്ടേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ, ഏത് ഹാഫ് സൈക്കിൾ വരുമ്പം ഏതായിരിക്കും ഫോർവേഡ് ബയസ്ഡ് ആവുക, അതിൽ ഏത് ട്രിഗർ ഓൺ ചെയ്താൽ, ഏത് ടേൺ ഓൺ ചെയ്താൽ നമ്മുടെ ലോഡിനെ ക്രോസ് ഏത് ഔട്ട്പുട്ട് കിട്ടും, പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ്. അപ്പൊ അത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് വെക്കുക. P1 ഫോർവേഡ് ബയസ്ഡ് ആവാൻ സോഴ്സിന്റെ ഏത് പോസിറ്റീവ് ആണോ, N2 ആവണമെങ്കിൽ P1 N2 ആവണമെങ്കിൽ സോഴ്സ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആവണം. അതേപോലെ P2 N1 ഫോർവേഡ് ബയസ്ഡ് ആവണമെങ്കിൽ യു ഹാവ് ടു ഗെറ്റ് ദ നെഗറ്റീവ് പോർഷൻ ഓഫ് ഹാഫ് സൈക്കിൾ. അത് ആദ്യം മനസ്സിൽ ശരിക്കും പഠിച്ചു വെക്കുക. ഇഫ് ദ സോഴ്സ്, ഇത് സോഴ്സ് ആണ് VS, ദ സോഴ്സ് ഇസ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, യു ഹാവ് P1 ആൻഡ് N2. P1ഉം N2ഉം എന്ത് കിട്ടും? ഫോർവേഡ് ബയസ്ഡ് ആവും. സോ ദിസ് ഇസ് ഫോർവേഡ് ബയസ്ഡ്. അതേപോലെ നെഗറ്റീവ് ആവുമ്പം P2 ആൻഡ് N1 വിൽ ബി ഫോർവേഡ് ബയസ്ഡ്. ഇത് ശരിക്കും മനസ്സിലാക്കി വെക്കുക. ഈ സൈക്ലോ കൺവേർട്ടർ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാനും അതിന്റെ ഓപ്പറേഷൻ നോക്കാനും നിങ്ങൾ ആകെ അറിഞ്ഞിരിക്കേണ്ട മെയിൻ കാര്യം ഇതാണ്. ഫോർവേഡ് ബയസ്ഡ് എപ്പാവും. പക്ഷെ ഇതിൽ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ P1 ട്രിഗർ ചെയ്താൽ ഔട്ട്പുട്ട് പോസിറ്റീവ് ആവും, N2 ട്രിഗർ ചെയ്താൽ ഔട്ട്പുട്ട് നെഗറ്റീവ് ആവും, ഔട്ട്പുട്ട് വോൾട്ടേജ് നെഗറ്റീവ് ആവും. P2 ട്രിഗർ ചെയ്താൽ ഔട്ട്പുട്ട് വോൾട്ടേജ് പോസിറ്റീവ് ആവും, N1 ട്രിഗർ ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ആവും. സോ ഇത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഉറപ്പിച്ചു വെക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്ന് ജസ്റ്റ് നോക്കുക, അത് എഴുതി കൊടുത്താൽ മതി. ഓക്കെ, അതാണ് ഇതിന്റെ ഷോർട്ട് കട്ട്. ഏത് ഫോർവേഡ് ബയസ്ഡ് ആവും, സോഴ്സിന്റെ ഏത് സൈക്കിളിലാണ് ഏത് ഫോർവേഡ് ബയസ്ഡ് ആവുക നോക്കുക,
just trigger if you require that output. ആ ഔട്ട്പുട്ട് അത് സ്റ്റെപ്പ് അപ്പ് ആണെങ്കിലും സൈക്കിൾ സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിലും ഏതാ വേണ്ടത് നോക്കുക, ഏത് സമയത്താണ് അത് ഫോർവേഡ് ബയസ്ഡ് ആവാൻ നോക്കുക, അപ്പൊ ട്രിഗർ ചെയ്യുക. ഏത് വോൾട്ടേജ് ആണ് ഔട്ട്പുട്ട് വേണ്ടത് അത് വരുന്നെങ്കിൽ അത് ട്രിഗർ ചെയ്യുക. അതാണ് അതിന്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ സൈക്ലോ കൺവേർട്ടർ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി സ്റ്റെപ്പ് അപ്പ് ആസ് വെൽ ആസ് സ്റ്റെപ്പ് ഡൗൺ. ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡിസ്കണ്ടിന്യൂസ് കണ്ടക്ഷൻ മോഡിലാണ്. സോ ഈച്ച് ടൈം an SCR is turned off, നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ വഴിയാണ് ഇവിടെ ടേൺ ഓഫ് ആയിട്ടുള്ളത്. നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ നേരത്തെ ഞാൻ പറഞ്ഞു ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ വേണം ഇൻ കേസ് ഓഫ് സ്റ്റെപ്പ് അപ്പ് സൈക്ലോ കൺവേർട്ടർ. ഇവിടെ നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ വഴി അത് ഓട്ടോമാറ്റിക്കലി അത് ടേൺ ഓഫ് ആയിക്കോളും. ഇനി അതന്നെ സെയിം വേവ് ഫോം നമ്മൾ കണ്ടിന്യൂസ് കണ്ടക്ഷൻ മോഡ് ആണെങ്കിൽ പറയാണ്. സോ ഓപ്പറേഷൻ ഇസ് എക്സാക്ട്ലി സെയിം. നമ്മൾ ആൽഫ ഈക്വൽ ടു ബീറ്റ എന്നുള്ള ആൽഫ വൈ പ്ലസ് ആൽഫ ഈക്വൽ ടു ബീറ്റ എന്നുള്ള ഫോമിലാവുന്നേ ഉള്ളൂ. സോ അടുത്ത സെറ്റ് ഓൺ ആക്കുമ്പോൾ ദ അതർ സെറ്റ് വിൽ ബി ടേണിങ് ഓഫ്. ഇതില് കൂട്ടി വരക്കുന്നേ ഉള്ളൂ, ആ ബ്രേക്ക് ഉണ്ടാവില്ല. നമ്മൾ ഇങ്ങനെ വന്നിട്ട് ആ ഒരു ബ്രേക്ക് കാണില്ല എന്നേ ഉള്ളൂ. സീറോ ഔട്ട്പുട്ട് ആവുന്ന ഒരു സിറ്റുവേഷൻ വരില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇറ്റ് വിൽ ബി ജസ്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെ ആവുന്നേ ഉള്ളൂ in continuous conduction mode. So you can see the current is rising. ആ പോസിറ്റീവ് ഹാഫ് സൈക്കിള് നമ്മൾ ഇത് ഇൻഡക്ടർ സർക്യൂട്ട് ആണ്, RL സർക്യൂട്ട് ആണ്. RL സർക്യൂട്ടിലാണല്ലോ ഇങ്ങനെ വേവ് ഫോം വരിക. സോ നാച്ചുറലി കറണ്ട് വിൽ ബി ലാഗിങ് സംവാട്ട് ആൻഡ് എക്സാക്ട് വേവ് ഫോം ഇസ് ആസ് ലൈക്ക് ദിസ്. കറണ്ട് വേവ് ഫോം ഇങ്ങനെ ആയിരിക്കും. സോ ബൈ ദ എൻഡ് ഓഫ് പോസിറ്റീവ്, ഇതാണ് വോൾട്ടേജ് ഔട്ട്പുട്ട്, ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ അത് മാക്സിമം കഴിഞ്ഞ് ഒരു 90 ഡിഗ്രി ഏകദേശം ആകുമ്പോഴേക്ക് ഇതിന്റെ പീക്ക് വരാം. അഗെയിൻ ഇറ്റ് ഗോസ് ടു നെഗറ്റീവ്, ഇറ്റ് ഗോസ് ഓൺ കണ്ടക്ടിങ്. ഇങ്ങനെയാണ് അതിന്റെ കറണ്ട് വേവ് ഫോം വരുന്നത്. ഇതാണ് അതിന്റെ വോൾട്ടേജ്, ആവറേജ് വോൾട്ടേജ് വേവ് ഫോം വരുന്നത്. അപ്പൊ സ്ക്രീൻഷോട്ട് എടുക്കുമായിരിക്കും നല്ലത്. നിങ്ങൾ വരയ്ക്കാൻ ചിലപ്പം സമയം കിട്ടിക്കോണമെന്നില്ല, ശരിക്കും നോക്കി വരക്കേണ്ടതാണിത്. ഓക്കെ, സോ ഇത്രയാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഈ അവേഴ്സിന്റെ എണ്ണം കുറവാണ്. സോ മോസ്റ്റ്ലി ഒക്യുപ്പൈ ചെയ്യണം. എത്രയും നേരത്തെ വരെ നോക്കുക. കിട്ടുന്ന 2 അവറേ ഈടിക്കുള്ളൂ. 3 മൊഡ്യൂൾസും ബാക്കിയുണ്ട്. അപ്പൊ ഇത്രയും കഴിഞ്ഞ പോലെ ഇനി അങ്ങോട്ട് പ്രോബ്ലം ഉണ്ടാവുന്ന ചില 1-2 പോർഷൻസേ ഉള്ളൂ. ബാക്കിയെല്ലാം തിയററ്റിക്കലാണ്. അതിൽ 5th മൊഡ്യൂളെ നോക്കുമ്പോൾ ചെറുതുള്ളൂ, ബാക്കിയെല്ലാം വലുതാണ്. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഈസ്. 5th മൊഡ്യൂളാണ് ഉള്ളതിൽ ഏറ്റവും ചെറുത്. ബാക്കി 4 and 6 യു നീഡ് മോർ ടൈം. അതിന്റെ ഓരോ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുപാട് സമയം വേണം. അപ്പം അത് നിങ്ങൾ ചിലപ്പോൾ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ നിങ്ങൾ അന്ന് പഠിച്ചതായിരിക്കും. പവർ ഇലക്ട്രോണിക് സ്പേസിൽ ഇതിൽ നോക്കാണ്ടാവും 4th മൊഡ്യൂൾ. ആൻഡ് 6th മൊഡ്യൂൾ സിങ്ക്രണസ് മോട്ടറാണ്. അതിന്റെ ഡിഫറെന്റ് കോൺഫിഗറേഷൻസ് ആൻഡ് സർക്യൂട്ട്സ് അതാണ് നിങ്ങൾക്കുള്ളത്. പിന്നെ 5th മൊഡ്യൂള് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ, അതാണ് ഏറ്റവും ചെറുത് ഇതിലുള്ളത്. പക്ഷേ അതിൽ ഈ കൺസെപ്റ്റ് ഓഫ് സ്പേസ് വെക്ടർ ആൻഡ് ബേസിക് ട്രാൻസ്ഫോർമേഷൻ ഇൻ റെഫറൻസ് ഫ്രെയിം എന്നൊക്കെ പറയുന്നത് ഇത്തിരി ഉണ്ട്. സോ നിങ്ങൾ അല്ലെങ്കിൽ ക്ലാസ് ഇല്ല, ലൈക്ക് അവേഴ്സ് ഇല്ല. അപ്പോൾ ഉള്ള ക്ലാസ് തന്നെ എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ നോക്കുക.